ക്ലാസ്സിൽ നമ്മൾ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെയും അവർ രൂപം കൊടുത്ത പ്രസ്ഥാനങ്ങളെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും പ്രധാന ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പരസ്പരം സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബംഗാളിനെ വിഭജിക്കുവാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പാർട്ടീഷൻ മീൻസ് വിഭജിക്കുക. In 1904, the Secretary of Home Affairs observed Bengal united its power, Bengal divided will pull several different ways. The British officials treated Bengal as a growing power against the British rule. In this background, the Viceroy Lord Curzon divided Bengal in 1905. 1904 അതായത് 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റസ്ലെ ബംഗാളിൽ നിലനിന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ബംഗാൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ശക്തിയാണ്. ബംഗാളിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ പവർ കുറയും. അപ്പം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വരുന്ന ഒരു ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു. നാഷണൽ ഡയറീസ്, പോയറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ദ പാർട്ടീഷൻ. അന്നത്തെ ദേശീയ പത്രങ്ങളും കവികളും സാമൂഹിക പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ ശക്തമായിട്ട് എതിർത്തു. The great poet Rabindranath Tagore made his stand on the partition explicit. He stated that East and West Bengal are the two chambers of the same heart, which is made fertile by the Ganga and the Brahmaputra. അതായത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിതെന്നാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഈ വിഭജനത്തിൻ്റെ നിലപാടിനെ വ്യക്തമാക്കിയത്. ഹൗ ഡിഡ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ദ പാർട്ടീഷൻ? ഏതെല്ലാം രീതിയിലാണ് ബംഗാൾ വിഭജനത്തിനെതിരായി ജനങ്ങൾ പ്രതികരിച്ചത്? ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്സ്, അതായത് നാടെങ്ങും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. പിക്കറ്റഡ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. ഓർഗനൈസ്ഡ് മാർച്ചസ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് അഗൻസ്റ്റ് ബ്രിട്ടീഷ്, ഇംഗ്ലീഷുകാർക്കെതിരെ നാടെങ്ങും പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. The period of agitations followed with the partition of Bengal brought a new turn in the national movement, and it was known as the period of extreme nationalism. The main leaders of this phase were Bal Gangadhar Tilak, Bipin Chandra Pal, and Lala Lajpat Rai. They were jointly known as Lal Bal Pal. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം അറിയപ്പെടുന്നത് എക്സ്ട്രീം നാഷണലിസം, അതായത് തീവ്ര ദേശീയ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ പ്രധാന ലീഡേഴ്സാണ് ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. ഇവർ മൂന്നുപേരും ഇവരുടെ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. The activities of these leaders won countrywide attention and inspired the mass. Balagangadhar Tilak was the chief spokesman of the extreme nationalism. He is also known as Lokamanya. The two newspapers he started were Maratha and Kesari. He made his famous slogan, "Swaraj is my birthright and I must have it." തീവ്ര ദേശീയ നേതാക്കളിൽ വളരെ പ്രമുഖനായിരുന്നു ബാലഗംഗാധര തിലക്. അദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാന പുരസ്സരം വിളിച്ചിരുന്നത് ലോകമാന്യ. അദ്ദേഹം ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആളാണ് ബാലഗംഗാധർ തിലക്.
ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, സർവേന്ത്യ മുസ്ലിം ലീഗ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് അഗാഖാനും നവാബ് സലീമുള്ളഖാനും ചേർന്നാണ്. ബംഗാളിലെ ധാക്കയിൽ വെച്ചാണ്. 1906, 1906 സൂററ്റ് സ്പ്ലിറ്റ്. സ്പ്ലിറ്റ് ചെയ്യുക, പിളർക്കുക. സൂററ്റ് സ്പ്ലിറ്റ്. The national movement became stronger with the agitations against the partition of Bengal. In this period, there was growing difference of opinion between the moderate and the extremists. It led to the split in the Congress at its All India session at Surat in 1907. It temporarily weakened the activities of the national movement. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ പ്രക്ഷോഭം വളരെയധികം ശക്തിപ്പെട്ട സമയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിൽ വെച്ചാണ് നടന്നത്. ഈ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ഹോം റൂൾ മൂവ്മെൻറ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തത് 1916 ഇതിന് നേതൃത്വം കൊടുത്തത് ആനി ബസന്റ്. ലക്നൗ പാക്റ്റ് മീൻസ് സന്ധി, ഉടമ്പടി. The Lucknow session of the Indian National Congress was held in 1960 when the Home Rule movement were active. The moderates and extremists who split the Surat session decided to give up their difference of opinion and join together. They also decided to cooperate with All India Muslim League in the anti-British agitations. അതായത് ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ലക്നൗ സമ്മേളനം നടന്നത്. അതുപോലെ സൂററ്റ് സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മിതവാദികളും തീവ്രദേശീയ നേതാക്കളും വഴിയൊഴിഞ്ഞു പോയെന്ന്. അപ്പോൾ ഇവർ ലക്നൗ സന്ധിയിൽ വെച്ച് അവർ ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഓക്കെ, താങ്ക് യു.